ഉലക്കപ്രവാചകന്റെ കണ്ടെത്തൽ. വ്യഭിചാരം കൂടിയതുകൊണ്ടാണ് വയനാട്ടിൽ പ്രകൃതി ദുരന്തമുണ്ടായത്. ഉലക്കപ്രവാചകൻ ടോം സക്കറിയയുടെ പുതിയ കണ്ടെത്തൽ കാണുക. വയനാട് പ്രകൃതി ദുരന്തത്തിൻ്റെ കാരണം അപ്പാപ്പൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദാ കണ്ടാട്ടെ. ദുരന്തത്തിനിരയായി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് ഇനിയും മടങ്ങി വരാത്തവരെ അപമാനിച്ച ടോം സക്കറിയയ്ക്കെതിരെ സർക്കാർ കർശന നടപടിയെടുക്കണം. നിങ്ങൾ ഒന്നാം പ്രമാണത്തിനെ കുറിച്ച് പഠിപ്പിച്ചു, ഞാൻ എല്ലാവരെയും വ്യഭിചാരികളാക്കും. നിങ്ങളത് പഠിപ്പിച്ച പ്രശ്നമില്ല, പക്ഷേ ഞാൻ എല്ലാവരെയും കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കും, വ്യഭിചാരികളാക്കും. വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പിശാച് എത്ര വിദഗ്ധമായിട്ടാണ് അവൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഒറ്റ ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇന്ന് ടൂറിസത്തിൻ്റെ പേരിൽ ഓരോ ദേശങ്ങളിൽ ടൂറിസം എന്തുമാത്രം മനുഷ്യരാണ് ഓരോ ഗ്രാമങ്ങൾ കടന്നു വരുന്നത്. ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ടെൻറ്റുകൾ, ഹോം സ്റ്റേകൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇതൊരു വ്യഭിചാരശാലയായിട്ട് മാറിയിരിക്കുക. നിങ്ങളുടെ വയനാട് ഇരിപ്പുണ്ട്. വയനാട്ടിൽ അടുത്ത കാലത്തുണ്ടായ വലിയ ദുരന്തം, മുണ്ടിക്കൈ ചൂരൽമല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പ്രദേശങ്ങളിൽ എത്രമാത്രം ടൂറിസ്റ്റുകൾ അവിടെ വന്നിരുന്നു, എത്രമാത്രം ഹോം സ്റ്റേകൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് അന്വേഷിച്ച് നോക്കൂ. മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങളായിട്ട് അവിടെ വ്യഭിചാരത്തിൻ്റെ വലിയൊരു ആധിപത്യം ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഞാൻ അവിടെ ഒന്ന് കണ്ടപ്പോൾ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ് മലയിൽ ഇടിച്ചിലുണ്ടായത്. പക്ഷേ അനേകം ഗ്രാമങ്ങളെ തുടച്ചു കളഞ്ഞ് അനേകം ജീവൻ എടുത്തുകൊണ്ടാണ് അത് കടന്നുപോയത്. ദൈവം അങ്ങനെ എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നത്? അതിന് വളരെ വ്യക്തമായ മറ്റൊരു ഉദാഹരണമാണ് ഇറ്റലിയിലെ ഒരു നഗരമുണ്ട്, പോംബൈ എന്നൊരു നഗരം ഇറ്റലിയിലെ. അത് റോമൻ നഗരമായിരുന്നു. 79 AD 79 ആണ്ടിൽ അതിന് വളരെ അടുത്ത്, ആ നഗരത്തിന് അടുത്തുണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്, വെസൂവിയസ് എന്നതിൻ്റെ പേര്. അഗ്നിപർവ്വതം പൊട്ടി. അഗ്നിപർവ്വതത്തിൽ നിന്നും പുറപ്പെട്ട പുകയും ചാരവും നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് ഈ നഗരത്തെ മൂടിയത്. മനുഷ്യർക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ രാത്രി സമയത്ത് അത് നഗരത്തെ മൂടി. 9 മീറ്റർ ഖനത്തിൽ അത് മൂടി. ആ നഗരം മുഴുവൻ മൂടപ്പെട്ടു പോയി. സകല മനുഷ്യരും അങ്ങനെ അതിനകത്ത് മരവിച്ചുപോയി. 1500 വർഷങ്ങൾ അത് അങ്ങനെ കടന്നു. അത്രമാത്രം ചാരമാണ് അഗ്നിപർവ്വതത്തിൽ വന്ന് ആ നഗരത്തെ മൂടിയത്. അതിനുശേഷം ഈ 1500 ആണ്ടിൽ 1599 അവിടെ ഒരു കനാൽ നിർമ്മാണം നടക്കുകയാണ്. കനാൽ നിർമ്മിക്കുന്ന സമയത്ത് എക്സ്കവേഷൻ നടത്തുകയാണ്. ഈ മണ്ണൊക്കെ എടുത്ത് മാറ്റി. ആ സമയത്താണ് ഭൂമിക്കടിയിൽ ഇങ്ങനെ ഒരു നഗരം വെളിപ്പെട്ട് വന്നത്. ഇവിടെ ചാരമായിരുന്നു ഇവരെ മൂടിയത്. സൊദോം ഗൊമോറ നശിപ്പിക്കപ്പെട്ടെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ സംഭവിച്ചു. പക്ഷെ ഇതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നതാണ് ദ സിൻ സിറ്റി എന്നാണ് എൻ്റെ പേര്, പാപത്തിൻ്റെ നഗരം. കാരണം ആ പേര് കൊടുത്തത് ആധുനിക ഗവേഷകരാണ്. അവിടെ ഈ നഗരത്തിലെ ഭിത്തികളിലെല്ലാം വരച്ചു വെച്ചിരിക്കുന്ന, ഉണ്ടാക്കി വെച്ചിരുന്ന പടങ്ങൾ, കുത്തിയെടുത്ത കല്ലുകൾ ഉണ്ടാക്കിയ പടങ്ങൾ മുഴുവനും ലൈംഗികത്തിന്, അരാജകത്തിൻ്റെ പടങ്ങളാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും ഏതെല്ലാം രീതിയിൽ അതെല്ലാം അവിടെ ഇങ്ങനെ നഗരങ്ങളിൽ മുഴുവൻ കുത്തിവെച്ചിരിക്കുകയാണ്. അവിടെ അനേകം മനുഷ്യർ ജീവിച്ചിരുന്ന വ്യഭിചാരശാലകൾ പരിസരം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ റോമൻ നഗരമായിരുന്നു ആ സമയത്ത്. പ്രിയപ്പെട്ടവരെ നോക്കണമേ, ആ ജനം ഉറങ്ങിക്കിടന്ന സമയത്ത് ഒന്നും അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് അവരെല്ലാം മണ്ണിനടിയിലായി പോയി, ചാരത്തിനടിയിലായി പോയി. ആർക്കും ചലിക്കാൻ പോലും പറ്റിയില്ല. അത് മണ്ണ് മൂടാതെ ഈ അഗ്നിപർവ്വതത്തിൽ ചാരം വന്ന് വീണതുകൊണ്ട് അത് അനുഭവിച്ച് കിടന്നവിടെ അതിനെക്കുറിച്ച് പറയുന്നതെല്ലാം തണുത്തുറഞ്ഞെന്നാണ് പറഞ്ഞത്. വസ്തുക്കളെല്ലാം അതുകൊണ്ടൊന്നും നശിപ്പിക്കപ്പെട്ടു പോയില്ല. അതിങ്ങനെ ഫ്രീസറിൽ വെക്കുന്ന പോലെ ഫ്രീസ് ചെയ്യപ്പെട്ട എല്ലാം. അതുകൊണ്ടാണ് ഇവർക്ക് അത് അങ്ങനെ കണ്ടെടുക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങൾ, അകൃത്യങ്ങൾക്ക് എപ്പോഴും ഉത്തരവുണ്ടാകും. നമ്മൾ കാരണം തേടി അന്വേഷിച്ച് പോവുകയാണ്. ആൾക്കാർ പറയും അത് പരിസ്ഥിതിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്, അവിടെ മലമ്പ്രദേശം താമസിച്ചു, പല വ്യാഖ്യാനം കൊടുക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റും. പക്ഷേ വാസ്തവത്തിൽ മനുഷ്യൻ്റെ പാപങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇന്നിവിടെ എല്ലാം വയനാട്, ഇടുക്കിയിലൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ ഇതൊരു ബിസിനസ്സായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. മദ്യവും മയക്കുമരുന്നിലൊക്കെ സുലഭമായിട്ട് ഇവിടെ എല്ലാം വിതരണം ചെയ്യപ്പെടുകയാണ്. ഞാൻ കണ്ണൂണി ഞാൻ കണ്ടതാണ്. ഇവിടെ ഈ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് ഞാൻ കൃഷിഭൂമിയിലേക്ക് പോകുമ്പോൾ ഞാൻ കാണുകയാണ്, കുറച്ച് പെൺകുട്ടികൾ, കർണാടകക്കാരാണ്, ഒരു 10-17-18 വയസ്സുള്ള കുട്ടികൾ, കൊച്ചുകുട്ടികളാണ്. കൂട്ടത്തിൽ മുഴുവൻ ചെറുപ്പക്കാർ, എല്ലാം ഇവിടെ വന്നിരിക്കുന്നവരാണ്, ടെൻറ്റിൽ വന്നിരിക്കുന്നവരാണ്. സത്യം കണ്ടപ്പോൾ വിചാരിച്ചു, ദൈവമേ ഇവരുടെയൊക്കെ അപ്പനോ അമ്മയൊക്കെ അറിഞ്ഞാൽ ഇവരൊക്കെ എന്ത് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്? കോളേജിൽ ടൂറുണ്ടല്ലോ, സ്കൂളിൽ ടൂറ് പോവുകയാണ്, എന്തൊക്കെ നുണ പറഞ്ഞിട്ടായിരിക്കും ആൺകുട്ടി കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ തുകയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാം, വ്യഭിചരിക്കാം. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോൾ പിശാച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം. പക്ഷെ വാസ്തവത്തിൽ ഇത് പിശാച് വളർത്തുന്ന അവൻ്റെ ഒരു വലിയൊരു ശക്തിയാണ്. ഇത് എല്ലായിടത്തും ഉണ്ട്, വയനാട്ടിലുണ്ട്, മലപ്രദേശം എവിടേക്കുണ്ടോ, ഗ്രാമപ്രദേശങ്ങളൊന്നും. കാരണം അവിടുന്ന് വലിയ പോലീസ് ഒന്നും വരില്ല. പണ്ടത്തെ അവർ കാശ് കൊടുത്തൊക്കെ ഒതുക്കും. നമ്മളതിനെക്കുറിച്ച് തിരിച്ചറിയണം.
സൊദോം ഗൊമോറയിലൊക്കെ മനുഷ്യൻ പാപം ചെയ്ത് ഒരു പശ്ചാത്തലമില്ലാതെ ആ മനുഷ്യൻ മുഴുവൻ നശിക്കേണ്ടി വന്നു. നോഹിന്റെ കാലത്ത് ജലപ്രളയം വന്ന് അവരെല്ലാം നശിച്ചു. അത് സമാനമായ രീതിയിൽ പല ഇടങ്ങളിലും സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ആ ദേശങ്ങളിലുള്ള ജനത്തിന്റെ തന്നെ പാപം കൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഓരോന്നിനെ പേര് തേടി പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും അവിടെ ജീവിക്കുന്ന മനുഷ്യര് പാപികളായിരുന്നു, പാപത്തിൽ ജീവിച്ചു. അതല്ലെങ്കിൽ അതൊരു പാഠമാകാൻ വേണ്ടി, മറ്റുള്ളവർക്ക് പാഠമാകാൻ വേണ്ടി അത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുക, ഇങ്ങനെയുള്ള ഇത് പിശാച് അവൻ്റെ രാജ്യം വളർത്തുകയാണ് ജട്ടികമായ പാപങ്ങളിലൂടെ. അത് സ്വവർഗഭോഗമാകാം, വ്യഭിചാരമാകാം, മൃഗഭോഗമാകാം. ഇപ്പം ഇങ്ങനെയുള്ള മനുഷ്യനെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. സുബോധമില്ല മനുഷ്യന്. ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യകത വരുന്നത്. പരിശുദ്ധ മറിയത്തിന്റെ അമലോത്ഭവം വിജയം ഭരിക്കണം. അമ്മ പറഞ്ഞ വാക്കുണ്ട്, എൻ്റെ വിമലഹൃദയം അന്തിമ വിജയം ഭരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. സ്വർഗത്തിലായിരുന്നു ഞാനത് ഇറങ്ങിക്കൊണ്ട് വരാൻ ദൈവം ഈ അഭിഷേകത്തിലൂടെ ഇടപെട്ടെങ്കിൽ ഈ അഭിഷേകത്തിലൂടെ ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തെ നശിപ്പിക്കാൻ എല്ലായിടത്തും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ വ്യഭിചാരത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിന്റെ അഭിഷേകം, പരിശുദ്ധ മറിയത്തിന്റെ അവൽ നിറങ്ങുന്ന പരിശുദ്ധി ഇറങ്ങി വന്ന് ജനതകളെ വിടുവിച്ച് വിശുദ്ധീകരിക്കണം. ഒരു മദ്യപാനി അവൻ മദ്യപിക്കുമ്പോൾ അയാളുടെ മക്കൾ മദ്യപാനികളായിട്ട് മാറുന്നു. ഒരു മനുഷ്യൻ മദ്യം വിൽപ്പന നടത്തുമ്പോൾ തലമുറയിലേക്ക് ശാപങ്ങൾ വരുത്തി വയ്ക്കുന്നു. ഇവിടെയും ഇതിനെ സംഭവിക്കുകയാണ്. ഇത് ചെയ്യുന്ന മനുഷ്യർ ഒരു പണം കിട്ടാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ അവർ ഉത്തരവാദികളാണ്. ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്ന ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ അബോർട്ട് ചെയ്യുമ്പോൾ നേഴ്സ് കൂടുന്നാലും ആ നേഴ്സുമായിട്ട് റെസ്പോൺസിബിളാണ്, നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുവൻ കുടപിടിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിൽ ഇത് പതിക്കും. അവൻ്റെ തലമുറ അതേ പാവം പതിക്കുകയാണ്. മക്കൾ ആക്രമിക്കപ്പെടുകയാണ്. അവർക്കറിയില്ല. അവർക്ക് വേണ്ടത് പണമാണ് നടത്തുന്നവർക്ക്. ദൈവം അവർക്ക് സുബോധം കൊടുക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.